ഡി കഴിഞ്ഞ് ടച്ച് ഇല്ല. ഇല്ലേ? ഇല്ല. ഈ പ്രിയദർശിനി കഴിഞ്ഞിട്ടുള്ള കുത്തും കോമയൊക്കെ കറക്റ്റ് അല്ലേ? കുത്തൊന്നുമില്ല. എക്സ്പീരിയൻസ് ഒരു 2 years വെക്കാം അല്ലേ? 2. നീ നൈസായിട്ടൊരു 4 വെച്ചേ. 4? അതല്ല, 4 ഇച്ചിരി ഓവറല്ലേ? ഇന്റർവ്യൂവിന് പോകുമ്പോ പണി കിട്ടുമോ? ഇല്ല, വെരിഫിക്കേഷന് വേണ്ടി ഞാൻ നിന്റെ നമ്പർ കൊടുക്കുള്ളൂ. നീ 4 വെച്ചേ. തള്ളൊക്കെ കറക്റ്റ് അല്ലേ? ഹാർഡ് വർക്കിംഗ്, ഡെഡിക്കേറ്റഡ്. പ്രിന്റ് ഓക്കെ. സർ, ആന്റണിയാണ്. ഇന്നലെ പാർക്കിൽ വെച്ച് കണ്ടില്ലേ? ഏസ് ക്യാപിറ്റൽ. ആ സർ, കാർ ലോൺ 50 lakhs പ്രീ അപ്രൂവ് ആയിട്ടുണ്ട്. ഓ താങ്ക് യു. അപ്പോൾ സാർ ഓഫീസിലേക്ക് വരികയാണെങ്കിൽ നമുക്കത് പ്രോസസ് ചെയ്യായിരുന്നു സാർ. ഞാൻ വരാൻ ആന്റണി. എനിക്ക് ഉച്ചവരെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം, എനിക്ക് നിങ്ങളുടെ ലൊക്കേഷൻ അയച്ചിട്ടേക്കാവോ? ഞാൻ അത് കഴിഞ്ഞ് വന്നേക്കാം. ഓക്കെ സാർ, ഓക്കെ സാർ, ഞാൻ ലൊക്കേഷൻ വാട്സപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. ആരും ആർക്കും പകരം ആവില്ല. അങ്ങനെയാണെങ്കിൽ ഇഡലിമാവ് വെച്ച് പുട്ടുണ്ടാക്കിയ പോരെ. ശുഭദിനം. നീ പാല് കുടിക്കുന്നില്ലേ? സ്കൂളിൽ പോണ്ടേ? അമ്മ ഈ പാല് ടേസ്റ്റ് ഇല്ല, പച്ചവെള്ളം പോലെ ഇരിക്കുന്നു. അത് നിന്റെ അപ്പയോട് ചോദിക്കും. അതെന്താ ടേസ്റ്റ് ഇല്ലാത്ത? അത് ഇന്നത്തെ പാലിന് ലേശം കൊഴുപ്പ് കുറവായിരുന്നു, അതാ. മോനെ, ഉടായി പേർക്കരുത്. ഇൻഡക്ഷൻ കുക്കറിൽ പാല് തിളപ്പിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് ഞാൻ അറിയാതിരിക്കാൻ നൈസായിട്ട് വടിച്ച് ക്ലീൻ ആക്കി വെച്ചല്ലേ? പിടിച്ച്. ഹലോ സാർ. എടോ, താൻ എവിടെയാ? ഓഫീസിലേക്ക് വരുന്നോ അതോ ഫീൽഡിലാണോ? ഞാനൊരു അരമണിക്കൂറിൽ ഓഫീസിലെത്തും സാർ. ഓക്കെ. എടോ, ഞാൻ വിളിച്ചതേ നമ്മുടെ മൃദുലയില്ലേ, പുള്ളിക്കാരത്തെ കൊണ്ട് ഇത്തവണയും ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അല്ല, ആള് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ഇന്നലെ രാത്രി എന്നെ വിളിച്ച ഒരേ കരച്ചിൽ. എനിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റില്ല. അല്ല, തനിക്ക് അവളുടെ വിഷമം മനസ്സിലാവുമല്ലോ അല്ലേ? മനസ്സിലായി സാർ. ഇത്തവണ എൻ്റെ 2 ക്ലയൻറ്റിന് അവൾക്ക് കൊടുക്കണം എന്നല്ലേ? കൊടുക്കാം സാർ, അതല്ലേ? എക്സാക്ട്ലി. എടോ, 2 ക്ലയൻറ്റിന് മാത്രം താൻ കൊടുത്താൽ മതി. ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ ഫെമിനിസ്റ്റുകളല്ലേ. ആ, പിന്നെ തൻ്റെ പ്രൊമോഷൻ്റെ കാര്യം അടുത്ത മീറ്റിംഗിൽ നമ്മൾ സെറ്റ് ആക്കുന്നുണ്ടോ? ഓക്കെ സാർ. ഓക്കെ. കഴിക്ക്. എന്നാലും ഞാൻ ഇൻഡക്ഷൻ കുക്കറിലെ പാൽ കുടിക്കുക നിനക്ക് എങ്ങനെ മനസ്സിലായേ? ക്ലീൻ ചെയ്യുമ്പോഴേ പാത്രത്തിന്റെ അടിയിലും കൂടെ ക്ലീൻ ചെയ്യണം. സ്റ്റൗവിൽ വെച്ച എന്തായാലും അടിയിൽ ഇങ്ങനെ പാട വരില്ല. അപ്പൊ അങ്ങനെയാണ് പാടിയത്. അതെ, നൈസായി. പോട്ടെ. അമ്മ ബൈ. ശരി. ഇന്റർവ്യൂവിന് പോവാ, പോയിട്ട് വരാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഇതെവിടെ? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരെ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അല്ല, 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കല്ലേ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ ഒരെണ്ണം ഒപ്പിച്ചിട്ടുണ്ട്. വീട്ടിലിരുന്ന് വേര് മുളച്ചു, ഒരു ജോലി വേണം, അതുകൊണ്ടാ. ഓൾ ദി ബെസ്റ്റ്. പുതിയ അയൽവക്കം ലാൻഡ് ചെയ്യാണല്ലോ. നിന്നെ കൂട്ടാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. എന്റെ മൃദുല, താനിങ്ങനെ ഇമോഷണൽ ആകാതെ. ഞാൻ എന്റെ 2 ക്ലയന്റിനെ സെറ്റാക്കി തന്നില്ലേ? സന്തോഷം കൊണ്ട് കരഞ്ഞത് ആന്റണി. ആന്റണിക്ക് എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. സിറ്റുവേഷനൊക്കെ എല്ലാവർക്കും ഇല്ലേ മൃദുലേ? താൻ ഈ പറയുന്ന പോലെ ഈ കരച്ചിൽ ആ ക്ലയന്റ് മുമ്പ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നേ ടാർജറ്റ് അച്ചീവ് ചെയ്തേനെ. താൻ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യും മൃദുല. ഹാർഡ് വർക്ക് ചെയ്യാം ആന്റണി, ഞാൻ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യാം. ആന്റണിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുക. തിരിച്ച് ഇയാൾക്കും കംഫർട്ട് ഫീൽ ചെയ്യുന്നില്ലേ? ഹലോ, എന്താന്നും മിണ്ടാത്തെ? ഇന്നെന്തോ എനിക്ക് ഉറക്കം വരുന്നില്ല. ആന്റണിക്കോ? എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ശരി ആന്റണി വെക്കൽ. ടെൻഷനായി പോയി. ചുമ്മാ അല്ല മാനേജർക്ക് ഇവൾക്ക് വർക്ക് പിടിച്ചു കൊടുക്കാൻ ഇത്ര ഇൻട്രസ്റ്റ്. ആന്റണി ഇവൾക്ക് വർക്ക് മറിച്ചു കൊടുത്ത് അവസാനം താൻ പെടത്തേ ഉള്ളൂ കേട്ടോ. എടി മതി കളിച്ചത്, കിടക്ക്. ഒരു വട്ടം കൂടെ തീർന്നില്ല അമ്മേ. മതി മതി. ആ മാനേജർ പറയുന്നത് നീ കേട്ടല്ലേ? ഞാനിതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നേ നമ്മളിപ്പോഴത്തെ അവസ്ഥ ആലോചിച്ചിട്ടാ. നമുക്കിതൊക്കെ ഒന്ന് മാറി സെറ്റ് ആവണ്ടേ? റെന്റ് എന്നൊക്കെ ഒന്ന് മാറാം. അത് വേണം, അതുകൊണ്ടാണല്ലോ ഞാനും ജോലി നോക്കുന്നത്. എന്തായി നിന്റെ ഇന്റർവ്യൂ? നൈസായിരുന്നു, രക്ഷപ്പെടുമോന്നറിയില്ല. പക്ഷെ പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ട്, ഡെയിലി.